ഇന്നത്തെ കാലഘട്ടത്തിലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓൺലൈൻ പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നുള്ള കാര്യം. ഓഫ്ലൈനിലായാലും ഓൺലൈനിലായാലും രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഒരു ഓൺലൈൻ പഠനത്തിനെ കുറിച്ചുള്ള ഈ ഒരു കാഴ്ചപ്പാട് മാറാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ മേന്മ എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം അനുസരിച്ചുള്ള പഠനം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം, അനുയോജ്യമായ സമയം, ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാം. അത് രാവിലെയോ രാത്രിയോ വൈകുന്നേരമോ ഏതാണോ സമയം, നിങ്ങൾക്ക് ആ ഒരു സമയത്ത് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു സെൻറ്ററിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സമയ ലാഭം, അതേപോലെ തന്നെ സാമ്പത്തിക ലാഭം എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു പുറത്തൊരു സെൻറ്ററിൽ പോയി പഠിക്കുകയാണെങ്കിൽ അവിടത്തേക്കുള്ള ഒരു യാത്ര, തിരിച്ചുള്ള യാത്ര, അല്ലേ, അങ്ങനെ കുറേ യാത്രാ ക്ഷീണം ഉണ്ടാവുന്നു, യാത്രാ ചെലവുണ്ടാവുന്നു, ഭക്ഷണ ചെലവുണ്ടാവുന്നു. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടും ഓൺലൈൻ പഠനം വളരെ ഗുണകരമാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മറ്റൊരു കാര്യം, ജോലി ചെയ്യുന്നവർ, വീട്ടമ്മമാർ, ഇവർക്കൊക്കെ ഏറ്റവും അനുയോജ്യം യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ്? ഓൺലൈൻ പഠനമാണ്. കാരണം നടക്കില്ല, ഓൾറെഡി ജോലിയുണ്ട്, വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, കുട്ടികളെ നോക്കാനുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അനുയോജ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ എവിടെ നിന്നും പഠിക്കാം എന്നുള്ളതാണ് ഒരു സൗകര്യം. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്നായാലും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നായാലും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേറെ എവിടെയെങ്കിലും മാറി നിൽക്കുകയാണ്, അവിടെ നിന്നായാലും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ ഈ ഒരു മൊബൈൽ ഫോണിലാണല്ലോ കാര്യങ്ങളുള്ളത്, അത് കൂടെ കൊണ്ട് നടന്നാൽ എവിടെ നിന്നും പഠിക്കാം എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രധാന വശം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് താരതമ്യേന കുറഞ്ഞ ഫീസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ ഒരു മാസം കൊടുക്കുന്ന ഫീസിന് ചിലപ്പോൾ നിങ്ങൾക്ക് പെൻട്രി പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒരു വർഷത്തേക്കുള്ള കോഴ്സ് കിട്ടും, അല്ലേ? അപ്പോൾ അത്രയും താരതമ്യേന നോക്കുകയാണ്. കാരണം വലിയൊരു വിഭാഗത്തിലേക്ക് എത്തിപ്പെടുന്നതുകൊണ്ട് തന്നെ ഓൺലൈൻ ഫീൽഡിൽ എന്തായിരിക്കും, താരതമ്യേന ഫീസ് കുറവായിരിക്കും എന്നുള്ളതാണ്. അടുത്ത പ്രധാന കാര്യം ഇതാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോകുകയാണെങ്കിൽ പ്രാദേശികമായിട്ട് ആ ഒരു ഏരിയയിലുള്ള മികച്ച അധ്യാപകരെ കിട്ടും, സത്യമാണ്. പക്ഷേ നിങ്ങളൊരു ഓൺലൈൻ സ്ഥാപനത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന മേന്മ എന്ന് പറയുന്നത്. അതേപോലെ പഠനത്തിൻ്റെ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാന ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങളുടേതായ സ്പീഡ് കൂട്ടിയോ സ്പീഡ് കുറച്ചോ, എന്തെങ്കിലും ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ പോസ് ചെയ്തൊക്കെ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് അല്ലാത്തൊരു ക്ലാസ് പറ്റുമോ? ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. അതേപോലെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ഇതൊക്കെ ലൈവ് ക്ലാസ്സുകളായിട്ട് ലഭിക്കും എന്നുള്ളതും ഒരു ഓൺലൈൻ കോച്ചിങ്ങിൻ്റെ പ്രത്യേകതയാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, PSCയുടെ ഇപ്പോഴത്തെ രീതി ഉണ്ടല്ലോ, ആ ഒരു മാറിയ രീതി അനുസരിച്ചുള്ള ആ ചോദ്യ പാറ്റേണുകൾ, ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല ഡെപ്തിൽ കാര്യങ്ങൾ, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. ആ രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ, ചിത്രങ്ങളും ആനിമേഷനുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ ഉപയോഗിച്ചുള്ള പഠനം നിങ്ങൾക്ക് സഹായിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. ഇത്തരം ക്ലാസ്സുകളൊക്കെ തന്നെയും നിങ്ങൾ ഓരോരുത്തരുടെയും വേഗതയ്ക്കും നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ സമയ ലഭ്യതയ്ക്കും അനുസരിച്ച് പഠിക്കാൻ പറ്റുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. PSCയിലെ ഈ മാറ്റങ്ങൾക്ക് ശേഷം PSCയുടെ ഓരോ പരീക്ഷകൾക്കും പ്രത്യേകം വിശാലമായിട്ടുള്ള സിലബസ് കിടക്കുന്നുണ്ട്. ആ ഒരു സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യാനും റിവിഷൻ ചെയ്യാനും മാതൃകാ പരീക്ഷകൾ എഴുതാനും ഒക്കെ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പഠനത്തിലൂടെ കൃത്യമായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ആ വീഡിയോ ക്ലാസ്സിൻ്റെ PDF നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. ആ PDF നോട്ടുകൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ വിശദമായിട്ടുള്ള നോട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതേപോലെ മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും PYQ മുഴുവനായിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ സാധിക്കും. അത് എക്സാമുകളുടെ രൂപത്തിലായിട്ടുണ്ടാവും, അതേപോലെ ക്ലാസ്സുകളുടെ രൂപത്തിലായിട്ടുണ്ടാവും. ഈ രീതിയിലൊക്കെ ആയിട്ട് ഒരു 10-20 വർഷക്കാലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്തു നോക്കാൻ സാധിക്കുമെന്നുള്ളത് ഓൺലൈൻ പഠനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേന്മയാണ്. PSC പരീക്ഷകളെ സംബന്ധിച്ച് എക്സാം എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് വളരെയധികം ഗുണം നിങ്ങൾക്ക് ഓൺലൈൻ പഠനത്തിലൂടെ കിട്ടും. കാരണം ഓരോ ടോപ്പിക്കിൻ്റെ എക്സാമുകൾ ഉണ്ടാവാം, സബ്ജക്റ്റ് വൈസ് എക്സാമുകൾ ഉണ്ടാവും, റിവിഷൻ എക്സാമുകളുടെ രൂപത്തിൽ ഇഷ്ടംപോലെ എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, പിന്നെ റാങ്ക് ലിസ്റ്റ് എക്സാമുകൾ, ഇങ്ങനെ പല രീതിയിലുള്ള എക്സാമുകൾ ഓൺലൈൻ പഠനത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഇവാലുവേഷൻ അത് കൃത്യമായിട്ട് നടത്താൻ പറ്റും. ഇപ്പോൾ ഒരു പരീക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ അവിടെ ഏതൊക്കെയാണ് തെറ്റ്, ആ തെറ്റുള്ള ചോദ്യങ്ങൾ ഏത് മേഖലയിൽ നിന്നാണ് കണ്ടെത്താനും അത്തരം ചോദ്യങ്ങൾ കൂടുതൽ പരിശീലിക്കാൻ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വളരെ കൂടുതലായിട്ടുണ്ടാവും എന്നുള്ളത് മറ്റൊരു മേന്മയാണ്. പിന്നെന്താണ്, സമ്മർദ്ദം കുറവായിരിക്കും. ഏറ്റവും പ്രധാന കാര്യം അതാണ്. അതായത് നിങ്ങളൊരു പുറത്ത് പോയി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ 2 ആഴ്ച പുറത്ത് ക്ലാസ്സിൽ പോയി പഠിക്കാൻ തുടങ്ങിയ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങും, എവിടെയാണ് പോകുന്നത്, PSC കിട്ടിയോ കിട്ടിയില്ലേ, എന്തായി, കുറേ ആയല്ലോ പഠിക്കുന്നതെന്നുള്ളത്. ഇതാരും അറിയാതെ പഠിക്കാൻ പറ്റും, അല്ലേ? നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒന്നും അറിയാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് സൗകര്യം പോലെ പഠിക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു പ്രധാന പ്രത്യേകതയാണ്. അതേപോലെ തന്നെ
നല്ല കോൺസെൻട്രേഷനോട് കൂടി നമുക്ക് പഠിക്കാനും പറ്റും. നമുക്ക് ചില ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു കൂട്ടത്തിലിരുന്ന് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അതേസമയം ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏകാഗ്രത വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിൽ ശാന്തമായ ഒരിടത്ത് ഇരുന്നിട്ട് സുന്ദരമായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഓൺലൈൻ രംഗത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ PSC മേഖലയിൽ ഉണ്ടാവുന്ന ട്രെൻഡ്, മാറ്റങ്ങൾ, പുതിയ വിവരങ്ങൾ, നോട്ടിഫിക്കേഷനുകൾ ഇതൊക്കെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് വേറൊരു പ്രധാന കാര്യം. ഈ തലവേദനയും കണ്ണിന് ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതേപോലെ നെറ്റ് ഇഷ്യൂ ഉള്ള സ്ഥലങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, ഇതൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ പഠനം എന്ന് പറയുന്നത് ഏറ്റവും അനുയോജ്യകരമാണ്. അതിലുപരി സാങ്കേതിക വിദ്യകൾ അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇനി അധ്യാപകർ ക്ലാസ് എടുക്കാൻ പോകുന്ന ഭാവി കാലഘട്ടത്തിൽ നമ്മൾ ഓൺലൈൻ പഠനം ദോഷകരമാണ്, അതുകൊണ്ടൊന്നും ജോലി കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യത്തോടുള്ള കണ്ണടച്ചിരുട്ടാക്കൽ മാത്രമാണ്. നിങ്ങളുടെ ഭാവിയെ ഇരുളടയ്ക്കുന്ന തീരുമാനമാണ്. എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ തിരിച്ചറിഞ്ഞ് ഓൺലൈനിലോ ഓഫ്ലൈനിലോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ഉപയോഗപ്പെടുത്തി വിജയത്തിലേക്ക് കുതിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.